ഇനി ഇങ്ങനെ ഇട്ടാൽ പറ്റില്ല, ഇതെന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നിങ്ങൾക്ക് കേൾക്കണോ? ജൂൺ 1 സ്കൂൾ തുറക്കണം അന്ന് എടുത്തു വെച്ച വീഡിയോ ആണിത്. അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാ. പക്ഷെ സമയം കിട്ടണ്ടേ? അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും പിന്നെ എന്താ ഇപ്പം എത്ര പണിയെന്ന്. പണിയൊന്നുമില്ല കേട്ടോ, പക്ഷെ മടി അത് നന്നായിട്ടുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. അപ്പം അതേപോലെ നീച്ചിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഫോണുമ്പോൾ കളിച്ചിരുന്നിട്ടൊന്നുമില്ല. നേരെ നീച്ച് അടുക്കളയ്ക്ക് പോന്നിക്കുക. എന്നിട്ട് ആദ്യം ചായക്ക് വെള്ളം വെച്ചു. എന്നിട്ട് അത് പകുതി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. മഴക്കാലല്ലേ, പച്ചവെള്ളം തീരെ കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ കുട്ടികൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാറില്ല, ഞാൻ കുടിക്കാറില്ല. രാവിലെ തന്നെ വലിയൊരു പാത്രം മുഴുവൻ വെള്ളം തിളപ്പിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം കുട്ടികൾ ചോദിക്കുമ്പോൾ ഓരോ കുപ്പിയിലാക്കിയിട്ട് അവർ ആ കുപ്പിയിൽ അങ്ങനെ എടുത്ത് കുടിച്ചോളും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞാനും അങ്ങനെ തന്നെ ചെയ്യാറ്. എൻ്റെ പണികൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം മൊത്തം ഞാൻ എൻ്റെ റൂമിൽ തന്നെ ആവും. കാരണം എൻ്റെ പണികൾ കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി ഓരോ ദിവസം ഇടാനുള്ള വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കലാണ്. അപ്പോൾ വെള്ളത്തിന് ദാഹിച്ചാലും ഞാൻ അടുക്കളയിൽ പോയിരുന്ന് കുടിക്കൊന്നുമില്ല. അപ്പോൾ അടുത്ത് തന്നെ കിട്ടുമ്പോൾ അപ്പം ഇരുന്ന് കുടിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ രാവിലെ അപ്പമാണ് ഉണ്ടാക്കിയത്. എളുപ്പത്തിന് അതല്ലേ നല്ല. പിന്നെ ഇന്ന് ലഞ്ച് കൊടുത്തയക്കണ്ട, അതുകൊണ്ട് ആ പരിപാടികളൊന്നുമില്ല. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ ചെറിയ ബിസ്ക്കറ്റ് എന്തോ ആണെന്ന് കൊടുത്തയച്ചത്. മറന്നു വയ്ക്കണേ, കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്ത് വെച്ചിട്ട്. പിന്നെ യൂണിഫോം ഇട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് 7:50 വരുന്ന ബസ്സിന് 7 മണിയുടെ മുന്നേ മാറ്റി റെഡി ആയിരിക്കുക. ഫസ്റ്റത്തെ ദിവസമല്ലേ, പുതിയ യൂണിഫോമും ബാഗൊക്കെ ഇടേണ്ട ആ ഒരു ആവേശമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ ഇനി കണ്ടറിയാം. അങ്ങനെ അവളെ സ്കൂൾക്കും പറഞ്ഞയച്ച് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇനി അടുത്ത മെയിൻ ടാസ്ക് ഇവനെ തീറ്റിക്കലാണ്. നേരത്തെ എണീക്കും. ഞാൻ അസ്വാനെ റൂമിൽ പോയി വിളിക്കണ സമയം കൊണ്ട് തന്നെ ഇവനെ എണീറ്റ് വരും. പക്ഷെ അലമ്പൊന്നുമില്ല കേട്ടോ. TV വെച്ച് കൊടുത്താൽ ആ TV കണ്ട് അങ്ങനെ ഇരുന്നോളൂ. പിന്നെ അവൾ പോയതിനു ശേഷം സമാധാനത്തോടെയാണ് ഞാൻ അവനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ അവനും കഴിക്കാൻ കൊടുത്ത് ഞാനും എൻ്റെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ ആക്കും. അതുവരെ ഞാനൊന്നും കുടിക്കാറില്ല, ഒരു ചായ പോലും ഇപ്പോൾ കുടിക്കാറില്ല. ധൃതി പിടിച്ച് കുടിക്കുന്നതൊക്കെ നല്ലത് ഫോണൊക്കെ കണ്ട് സാവധാനം റിലാക്സ് ചെയ്തിട്ട് ചായ അടിക്കണതല്ലേ. അപ്പം എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടേ എന്തെങ്കിലും കഴിക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് പെരുന്നാൾക്ക് കിട്ടിയ ബീഫാണ്. ഞാൻ പെരുന്നാൾക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ബീഫൊക്കെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിൽ കണ്ടപ്പോൾ തുടങ്ങിയ പൂതിയാണ് ബീഫ് ചില്ലി കഴിക്കാൻ. അവനയിൽ നല്ല പീസ് മാത്രം നോക്കിയെടുത്തിട്ട് ബാക്കി അതേപോലെ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എന്നിട്ട് ആദ്യം ഉപ്പും മുളകും ഉപ്പും മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ആ ബീഫ് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ ഉപ്പും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും കോൺഫ്ലോറും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് വിനാഗിരിയും ഒക്കെ ഒഴിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു. പിന്നെ ബീഫ് വേവിച്ച വെള്ളം കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാവും, എല്ലാവരും ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കണതല്ലേ. എന്നാലും ഞാൻ ചെയ്തതെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ഇപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കണമൊന്നുമില്ല. ഇനി ഞാൻ കുളിക്കാനും വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറ് തിന്നാൻ നേരത്താണ് ഞാനത് പൊരിക്കുള്ളൂ. ആ നേരം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ എഴുതി. അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഈ വീഡിയോയിൽ കാണുന്ന സ്പീഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് എനിക്ക് എന്ത് രസമായിരുന്നു അല്ലേ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പണിയാണ് ഈ പാത്രം കഴുകൽ. ഏറ്റവും കൂടുതൽ എനിക്കൊരു ദിവസം കിട്ടുന്നതും ഈ ഒരു പാത്രം കഴുകൽ തന്നെ. കാരണം കുട്ടികൾ എന്തെങ്കിലും കഴിക്കാനെടുത്താൽ പാത്രത്തിൽ ഇട്ടിട്ടേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടവും വെച്ച് ഇങ്ങനെ കഴിച്ച് നടക്കുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ആദ്യം ശീലിപ്പിച്ചതായിരുന്നു പാത്രത്തിലിട്ട് കഴിക്കൊണ്ടു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ മുട്ടായി കഴിക്കണമെങ്കിലും മുൻക്ക് പാത്രം വേണം. അപ്പം എന്തായാലും 1-ാം തീയതി അല്ലേ, എൻ്റെ അസുബ സ്കൂളിൽ പോയി. അപ്പം എൻ്റെ സയാനയും കൂടെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഇപ്രാവശ്യം LKG അഡ്മിഷൻ ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് 4 വയസ്സായിട്ടില്ല. ആഗസ്റ്റിക്ക് 4 വയസ്സാവുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ വെറുതെ വീട്ടിലിരുന്നിട്ട് എന്തിനാണ്, ഫുൾ ടൈം TV കാണാവും. ഫോൺ ഞാൻ കൊടുക്കലില്ല, അതിന് പകരം TV വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഫുൾ ടൈം ആ TV കാണും, അല്ലെങ്കിൽ വെറുതെ എന്നിട്ട് പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. അപ്പോൾ അംഗൻവാടിയിൽ പോയിരിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ മിങ്കിളാവുമ്പോൾ അതെന്തായാലും എനിക്ക് നല്ലതാവും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പം ഇങ്ങനെ ഞാൻ അവിടെ ഓനെ കൊണ്ടാക്കി വന്നു. നല്ല കരച്ചിലായിരുന്നു. 1-2 ദിവസമൊക്കെ കരച്ചിലുണ്ടാവുമായിരിക്കും. പിന്നെ ആദ്യമായിട്ട് നമ്മളെ വിട്ടിട്ട് കുറച്ച് നേരം പോയിരിക്കുന്നതല്ലേ, പിന്നെ അത് ശരിയായിക്കോളും. എന്തായാലും മോനിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തനിയെ സമാധാനിച്ചു. അപ്പോൾ പോണീൻ്റെ മുന്നേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വന്നതിന് ശേഷമാണ് അലക്കാനുണ്ടായിരുന്ന തുണികളൊക്കെ എടുത്ത് മെഷീനിക്ക് ഇട്ടത്. പിന്നെ ആ സമയം കൊണ്ട് ഞാനന്ന് നേരത്തെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തു. സമയം ഒരുപാടായിരുന്നു കേട്ടോ, 1 മണി എന്തോ ആയിരുന്നു. അപ്പോൾ നല്ല വിശക്കണമുണ്ടായിരുന്നു. അപ്പത്തിനും ഹസ്ബ സ്കൂൾ വിട്ട് വരികയും ചെയ്തു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു 12 മണി വരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കൂൾ ബസ്സിലങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഒരു 3/4 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പത്തിന് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ചോറ് കഴിച്ചു.
അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മിഷീനിലുണ്ടായിരുന്ന തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ എടുത്ത് മുകളിൽ കൊണ്ടുപോയിടാൻ കരുതി. മുറ്റത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ അത് തുണികൾ എടുക്കത്ത് പിന്നെ മുകളിൽ കൊണ്ടുപോയിടണം. അപ്പോൾ 2 മണിക്ക് നിൽക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ മുകളിൽ കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്കൂൾ പൂട്ടിയ സമയത്ത് തന്നെ ബുക്സൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങി വെച്ച ബുക്കാണ്. പക്ഷെ എപ്പോഴാണ് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എനിക്കിങ്ങനെ ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ച് ചെയ്യണ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോയിരുന്ന സമയത്താണെങ്കിലും വർക്കുകളൊക്കെ ആണെങ്കിലും ലാസ്റ്റിക്ക് ഇങ്ങനെ പെൻറ്റിങ്ങിൽ ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ 3 മണിയായപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങളെ സയാനെ അംഗൻവാടിയിൽ നിന്ന് എടുക്കാൻ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു, ഉറങ്ങി എണീറ്റൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വൈകാതെ നമുക്കിനി അടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ കാണാം കേട്ടോ.